ഇറ്റ്സ് മീ ശ്വേതാപ്പി. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ തേക്കടി പെരിയാർ ടൈഗർ റിസർവിലെ ബോട്ടിങ്ങും നേച്ചർ വാക്ക് എന്ന പ്രോഗ്രാമും പിന്നെ ഇവിടെ വരുമ്പോൾ വലിയ ഗ്രൂപ്പൊക്കെ ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടും കൂടിയാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഈ മഴക്കാലം തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു മഴയത്ത് കാട്ടിലൂടെ നടക്കണമെന്ന്. അതും ഇത്തവണ എന്തായാലും സാധിച്ചു. പിന്നെ ഈ വീഡിയോ ഒരു 3 ഡേ പാക്കേജിന്റെ രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ. ഫസ്റ്റ് പാർട്ടില് വള്ളക്കടവ് ജംഗിൾ ക്യാമ്പിലും ഗവിയിലൊക്കെ പോയപ്പോൾ കണ്ട കാട്ടാനക്കൂട്ടങ്ങളും കരടികളൊക്കെ ഉണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ. കുറെ നല്ല നല്ല കാഴ്ചകളും പിന്നെ ഈ പാക്കേജിന്റെ ഒക്കെ ഫുൾ ഡീറ്റെയിൽസും ഈ വീഡിയോയിലുണ്ട്. അപ്പൊ വീഡിയോ മുഴുവനായി കാണണേ. അങ്ങനെ നമ്മള് ജംഗിൾ ക്യാമ്പിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങി. ഇനി തേക്കടി ബോട്ട് ലാൻഡിങ്ങിലേക്ക് പോവാണ്. അവിടെ പെട്ടെന്ന് എത്തണം. അപ്പൊ അവിടെ നിന്ന് ബോട്ടിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അത് കാരണം 2 മണിക്കാണ് നമുക്ക് എത്തേണ്ടത്. അപ്പൊ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയെ നല്ല കോടയിറങ്ങുന്നത് കാണായിരുന്നു. അതിന്റെ പിറകെ തന്നെ നല്ല മഴയും തുടങ്ങി. പെരിയാർ ടൈഗർ റിസർവിന്റെ ബസ് പിക്കപ്പ് പോയിന്റിന്റെ അവിടെ നിന്ന് അവരുടെ തന്നെ ബസ്സിലാണ് നമ്മൾ ബോട്ട് ലാൻഡിങ്ങിലേക്ക് പോകേണ്ടത്. അങ്ങനെ നമ്മൾ തേക്കടി ബോട്ട് ലാൻഡിങ്ങിന് അവിടെ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തു. നമ്മൾ ബോട്ടിങ് പോവുകയാണ് കേട്ടോ. സൈറ്റിംഗ് ഒക്കെ ആവശ്യത്തിന് കിട്ടിയാൽ മതിയായിരുന്നു. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴേക്കും നമുക്ക് പോവാനുള്ള ബോട്ട് എത്തി. അങ്ങനെ ബോട്ടിൽ കയറി ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് പുറത്തേക്ക് നോക്കിയിരുന്നപ്പോഴേക്കും താഴെ വെള്ളത്തിൽ ഒരുത്തൻ തലയെ നീട്ടി ഞങ്ങളെയൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. ദേ ഇടക്ക് നാക്ക് നീട്ടുന്നത് കൊണ്ടോ. കുറച്ചു നേരം അതിനെ നോക്കി ഞാൻ ഇരുന്നപ്പോഴേക്കും ബോട്ട് സ്റ്റാർട്ടായി. ബോട്ട് അനങ്ങിയപ്പോഴേക്കും അത് അതിന്റെ മാളത്തിലേക്ക് കയറി പോവുകയും ചെയ്തു. ബോട്ട് കുറച്ച് നീങ്ങി തുടങ്ങിയപ്പോഴേക്കും മരങ്ങൾക്കിടയിലായിട്ട് ഒരു അനക്കം കണ്ട് നോക്കിയപ്പോഴേക്കും കുറച്ച് മ്ലാവുകളെ കണ്ടു. അതുങ്ങളെ ഒന്ന് നേരെ ചൊവ്വേ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ആ മരത്തിന്റെ ഒക്കെ മറവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. മ്ലാവുകളൊക്കെ ഇവിടെ സ്ഥിരം കാഴ്ചകളാണെങ്കിലും ഈയൊരെണ്ണം ഇങ്ങനെ ഇലകളൊക്കെ കഴിച്ചു നടക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഒരു സൈഡിൽ ഒരു കൂട്ടം മ്ലാവുകളും ഇപ്പുറത്തെ സൈഡിൽ നേച്ചർ വാക്കിന് പോകുന്ന ഒരു കൂട്ടം ആൾക്കാരൊക്കെ നോക്കി നിന്നപ്പോഴേക്കും മഴ കടുത്തു തുടങ്ങി. മഴയായതുകൊണ്ട് അനിമൽ സൈറ്റിങ്സ് ഒന്നും കിട്ടില്ല എന്നാണ് കേട്ടോ വിചാരിച്ചേ. പക്ഷെ സാധാരണ കാണുന്നതിലും കൂടുതൽ അനിമൽ സൈറ്റിങ്സ് ഇത്തവണ കിട്ടി. ഇതുങ്ങൾ ഈ മഴയും നനഞ്ഞ് പുല്ലും മേഞ്ഞ് നടക്കണ കണ്ടിട്ട് എനിക്കും കാട്ടിലൂടെ മഴ നനഞ്ഞ് നടക്കാൻ കൊതിയായി. 10-11 മണിക്കൂർ വരെ ഇതുങ്ങൾ ഒരു ദിവസം പുല്ലുമേഞ്ഞ് നടക്കാറുണ്ട്. ഈ കാണുന്നത് മെയിലാണ് കേട്ടോ. മെയിൽസിന്റെ ബോഡി വളരെ മസ്കുലർ ആണ്. കൂടാതെ അതിന്റെ പുറത്തുള്ള ഹമ്പ് നല്ല വലുതായിരിക്കും. ഫീമെയിൽ ബൈസൺസ് ആണെങ്കിൽ ഒരു ബ്രൗൺ ചേർന്നൊരു ലൈറ്റർ ഷെയ്ഡ് ആണെന്ന് മാത്രമല്ല അത് മെയിലിനേക്കാളും ചെറുതുമായിരിക്കും, മസിൽസും കുറവായിരിക്കും. ഇവിടത്തെ കടുവകളുടെ പ്രിയ ഭക്ഷണമാണ് കേട്ടോ ഈ ഇന്ത്യൻ ബൈസൺസ്. എന്തായാലും ഈ മഴയത്ത് പക്ഷികളും മൃഗങ്ങളും ഒക്കെ എൻജോയ് ചെയ്ത് നടക്കണ കാണാൻ നല്ല രസമുണ്ട്. ഒരു പന്നിക്കുട്ടൻ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് കൊണ്ടോ മെയിലാണെന്ന് തോന്നുന്നു. യൂഷ്വലി മെയിൽ വൈൽഡ് ബോർസ് ആണ് ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാറ്. 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ബോട്ടിങ്ങിൽ ഒരുപാട് അനിമൽ സൈറ്റിങ്സ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തേക്കടിയിൽ വരുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ബോട്ടിംഗ് കൂടി പ്ലാൻ ചെയ്യണേ. അപ്പം നിങ്ങളെടുത്ത പാക്കേജിൽ ബോട്ടിംഗ് ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ പെരിയാർ ടൈഗർ റിസർവിന്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നേരിട്ട് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിലോ വന്നിട്ടാണെങ്കിലും ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പെരിയാർ ടൈഗർ റിസർവ് ഓഫർ ചെയ്യുന്ന ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രോഗ്രാംസും അവരുടെ വെബ്സൈറ്റ് വഴി സെപ്പറേറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. വെബ്സൈറ്റിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 255 രൂപയാണ് ഈ ബോട്ടിങ്ങിന് ടിക്കറ്റ് ചാർജ്. കുട്ടികൾക്കാണെങ്കിൽ 85 രൂപയും. ആനിമൽസിനെ മാത്രമല്ല കേട്ടോ, ഒരുപാട് ബേർഡ്സിനെ കാണാം ഈ ബോട്ടിങ്ങിനിടയിൽ. ഒരുപാട് നീലപ്പൊന്മാനുണ്ട് കേട്ടോ. എല്ലായിടത്തും ഇതിനെ കാണാം. ഈ കാണുന്നതെല്ലാം നീലപ്പൊന്മാന്റെ കൂടാണ്. അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി നേച്ചർ വാക്കിന് പോയവരും തിരിച്ചു വരുന്നത് കാണാം. നാളെ നമ്മൾ നേച്ചർ വാക്ക് പ്രോഗ്രാമിന് പോകുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിൽ തന്നെ വഴിയെ കാണിച്ചു തരാം കേട്ടോ. പിന്നൊരു കാര്യം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വള്ളക്കടവ് ജംഗിൾ ക്യാമ്പ് പ്രോഗ്രാം മാത്രമായിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ബോട്ടിംഗ് ഇതിൻ്റെ ഒപ്പം കോംപ്ലിമെൻ്ററി ആണ് കേട്ടോ. ഇതിന് ടിക്കറ്റ് ചാർജ് കൊടുക്കണ്ട. അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന മഡ്ഡി ബൂട്ട്സ് എന്ന ഹോം സ്റ്റേയിൽ ചെക്ക് ഇൻ ചെയ്തു. നല്ല കോസി ആൻഡ് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്റ്റേ ആണ് കേട്ടോ ഇത്.
ഈ സ്റ്റേ ഇരിക്കുന്നത് തന്നെ തിരക്കിൽ നിന്നൊക്കെ മാറി വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ്. ഒരുപാട് പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ റൂംസും ടെൻസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. വലിയൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്പോട്ടാണത്. ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ ഈ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ 7 മണിക്ക് തന്നെ നേച്ചർ വാക്കിന് പോകാൻ നമ്മൾ വീണ്ടും തേക്കടി ബോട്ട് ലാൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഏകദേശം 5 കിലോമീറ്ററോളം നടക്കും. അപ്പോൾ നമ്മൾ ഈ ചങ്ങാടത്തിൽ കയറി ക്രോസ് ചെയ്ത് അക്കരയ്ക്ക് എത്തി അവിടെ നമ്മൾ നടന്നാണ് കേട്ടോ പോകുന്നത്. പോണ വഴി എന്തൊക്കെ ആനിമൽ സൈറ്റിങ്സ് ഉണ്ടാവും നമുക്ക് നോക്കാം. അപ്പം നമ്മളിന്ന് പെരിയാർ ടൈഗർ റിസർവിന്റെ നേച്ചർ വാക്ക് എന്ന് പറഞ്ഞൊരു ട്രെക്കിംഗ് പ്രോഗ്രാം ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അവിടെ എത്തിയിട്ട് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ അവിടെ എത്തിയിട്ട് കാണിച്ചിട്ട് വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വേനൽക്കാലം ആണെങ്കിൽ ഇവിടുത്തെ വാട്ടർ ലെവൽ തീരെ കുറവായിരിക്കും. അപ്പോൾ ആ ടൈമിൽ ഈ ചങ്ങാടത്തിന്റെ ആവശ്യമൊന്നുമില്ല, നടന്ന് തന്നെ ക്രോസ് ചെയ്യാം. ഇവിടെ ഇറങ്ങി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നടന്നു വേണം പോകാനായിട്ട്. ലീഡ് സോക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. മഴ ഉണ്ടായിരുന്നതുകൊണ്ട് അട്ടയുണ്ടാവാൻ ചാൻസ് ഉണ്ട്. മഴക്കാലമാണെങ്കിലോ മാക്സിമം ആ ട്രീ ലൈൻ വരെയൊക്കെ വെള്ളം പൊങ്ങാറുണ്ട് ഇവിടെ. അത്രയുമാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ കപ്പാസിറ്റി. ഈഗ്രറ്റ്സ് എല്ലാം ഇവിടെ സ്ഥിരം കാഴ്ചകളാണ്. ഇതുങ്ങൾ ഈ വെള്ളത്തിൽ ചുറ്റിപ്പറ്റി നടന്ന് മീനൊക്കെ പിടിക്കുന്നത് എപ്പോഴും കാണാം. ഈ മഷ്റൂംസ് നോക്കിക്കേ, ഇത് വളരെ പോയിസണസ് ആയിട്ടുള്ള മഷ്റൂമാണ്. ഇത് കഴിച്ചാൽ മണിക്കൂറുകൾക്കുള്ളിൽ കഴിച്ച ആളും മരിച്ചു പോകുമെന്നാണ് ഗൈഡ് പറഞ്ഞത്. ഇതിന്റെ പേരറിയില്ല കേട്ടോ. ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൊന്ന് പറഞ്ഞു തരണേ. ദേ ഇവിടെ തേനീച്ചക്കൂട് കണ്ടോ? ട്രൈബൽസ് ഈ തേനൊക്കെ കളക്ട് ചെയ്യാറുണ്ട്. അത് മാത്രമല്ല, ഇവിടെ നിന്ന് മീനെ പിടിക്കാനും കാട്ടിൽ ബഫർ സോണിൽ നിന്ന് അവർക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് അവർക്ക്. അങ്ങനെ മഴ തുടങ്ങി. പക്ഷെ അതൊന്നും കൂട്ടാക്കാതെ ഞങ്ങൾ അടുത്ത കാഴ്ച തേടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാമ്പാർ സ്കള്ള ഒരു 4-5 വർഷം മുമ്പ് വൈൽഡ് ഡോഗിന്റെ ഒരു കില്ലിങ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ വൈൽഡ് ഡോഗ്സ് എന്ന് പറയുന്നത് വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഹണ്ടേഴ്സ് ആണ്. ഇവരുടെ സ്റ്റാമിനയും ടീം വർക്കും ഒക്കെയാണ് ഇവരൊരു പെർഫെക്റ്റ് ഹണ്ടേഴ്സ് ആക്കുന്നത്. ഇവരൊരു ഇരയെ ലക്ഷ്യമിട്ട് കഴിഞ്ഞാൽ 90% ഹൺസിലും അവർ ആ ഇരയെ എത്രത്തോളം ചേസ് ചെയ്തിട്ടാണെങ്കിലും സക്സസ്ഫുൾ ആയിട്ട് ആ ഇരയെ പിടിച്ചു തിന്നിരിക്കും. അപ്പൊ അങ്ങനെ ഒരു 9 വൈൽഡ് ഡോഗ്സ് അടങ്ങുന്ന ഒരു പാക്ക് ഹണ്ട് ചെയ്ത സാമ്പാർ ഡിയറിന്റെ അവശിഷ്ടങ്ങളാണിത്. ആ കാണുന്നതാണ് ഗ്രേറ്റ് ജംഗിൾ ഫോൾ. മലയാളത്തിൽ കാട്ടുകോഴി എന്ന് പറയും. ഇതുങ്ങളെ ഇതുപോലുള്ള ഫോറസ്റ്റിലും ഗ്രാസ് ലാൻഡ്സിലും ഒക്കെയാണ് മെയിൻ ആയിട്ട് കാണുന്നത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കൂട്ടിലിട്ട് വളർത്തുന്ന ബ്രോയിലർ ചിക്കനെ പോലും ഒന്നും അല്ല കേട്ടോ. ഇതുങ്ങൾ ഈ കാട്ടിലൊക്കെ ഓടി നടന്ന് വൈൽഡ് സീഡ്സും ഇൻസെക്ട്സും പ്ലാന്റ് മിനറൽസും ഒക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ബോൺസ് ഒക്കെ കുറെ കൂടി സ്ട്രോങ്ങർ ആണ്. കാട്ടിലൂടെ നടക്കുമ്പോൾ നമ്മൾ നേരത്തെ ആ സാമ്പാർ ഡിയറിന്റെ അവശിഷ്ടങ്ങൾ കണ്ടതുപോലെ പല പ്രെഡേറ്റേഴ്സ് പിടിച്ചു നിന്ന പല ഇരകളുടെ അവശിഷ്ടങ്ങളും കാണാൻ പറ്റും. ഈ കാണുന്നത് ഒരു കാട്ടുപോത്തിന്റെ തലയോട്ടിയും പിന്നെ ഒരു സാമ്പാർ ഡിയറിന്റെ കൊമ്പുമാണ് കേട്ടോ. ഇങ്ങനെ ബാക്കി നിൽക്കുന്ന ഇതുപോലുള്ള അവശിഷ്ടങ്ങൾ തിന്നാനായിട്ട് മുള്ളമ്പന്നി പോലുള്ള ചെറിയ ജീവികളും ഉണ്ട്. പിന്നെ ഈ കാണുന്നത് ഒരു കുട്ടിയാനയുടെ പല്ലാണ് കേട്ടോ. ചെറിയ പല്ലാണെങ്കിലും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഒരു ആനയുടെ ലൈഫ് സ്പാനിൽ അതിൻ്റെ ആ നീണ്ട കൊമ്പൊഴിച്ച് ബാക്കി പല്ലുകളൊക്കെ 6 തവണയോളം കൊഴിഞ്ഞു പോയി പുതിയ സെറ്റ് പല്ലുകൾ വരാറുണ്ട്. നേച്ചർ വാക്കിന്റെ പകുതി ഡിസ്റ്റൻസോളം നമ്മളിപ്പോ നടന്നിട്ടോ. ബാക്കി പകുതി കാടിന്റെ ഉള്ളിലൂടെയാണ്. ഇതൊരു മൺസൂൺ ട്രക്കാണ്. മഴ പെയ്തപ്പോ തുടങ്ങിയുള്ള ഭയങ്കര ആഗ്രഹമാണ് ഒരു മൺസൂൺ ട്രക്ക് ചെയ്യണം എന്നുള്ളത്. നമ്മൾ കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. നല്ല മഴ പെയ്തുകൊണ്ടാണ് നമ്മൾ റെയിൻകോട്ടും കുടയൊക്കെ പിടിച്ചുകൊണ്ട് നടക്കണം. ഇനിയിപ്പോൾ സൈറ്റിങ്സ് എങ്ങനെയായിരിക്കും എന്തോ. ആൽമരങ്ങളെ കുറിച്ചുള്ള രസകരമായ ഒരു കാര്യം ഞാൻ ഇപ്പോൾ നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നപ്പോൾ ആണ് കേട്ടോ അറിയണേ. ഇത് വീഡിയോയിൽ കാണുന്നത് ഒറ്റ ഒരു മരമല്ല കേട്ടോ. ഒരു തേക്കുമരത്തിന് ചുറ്റിപ്പൊതിഞ്ഞുകൊണ്ട് ഒരു ആൽമരം വളർന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഈ ആൽമരം തേക്കുമരത്തെ മുഴുവനായിട്ട് കവർ ചെയ്തിട്ടുണ്ടാവും.
അങ്ങനെ ഉള്ളിലുള്ള തേക്കിന് ആവശ്യമായ ന്യൂട്രിയൻസ് കിട്ടാതെ അത് ചീഞ്ഞ് നശിക്കും. അതോടെ ഇതൊരു ആൽമരം മാത്രമായിട്ട് മാറിത്തീരും. ഈ കാണുന്നതാണ് ബ്രാക്കറ്റ് ഫണൽ ഫംഗസ്. ഇത് നല്ല ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. ഇത് റബ്ബർ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പോലെ തോന്നും. ഇത് വളർന്ന് വലുതായി കഴിയുമ്പോൾ കുറച്ച് കട്ടിയാവും. ഇത് ഒടിഞ്ഞു വീണ മരത്തിലും കൊമ്പിലും ഒക്കെയാണ് ഉണ്ടാവാറ്. എഡിബിൾ ആയതും അല്ലാത്തതുമായിട്ടുള്ള ഒട്ടനവധി മഷ്റൂംസ് നമുക്ക് ചുറ്റും എല്ലായിടത്തും കാണാൻ പറ്റും. അതുകൊണ്ട് ഇതിനെയൊക്കെ പറ്റി വ്യക്തമായ ധാരണയില്ലാത്തവർ ഇതൊന്നും എടുത്ത് കഴിക്കരുത് കേട്ടോ. സൈക്കഡലിക് മഷ്റൂംസ് ആണെന്ന് കരുതി വിഷക്കൂണ് കഴിച്ചിട്ട് മരിച്ചവരും ഉണ്ട്. ഈവൻ എക്സ്പേർട്സിന് വരെ മാറിപ്പോയേക്കാവുന്ന രീതിയിൽ വളരെ ചെറിയ വ്യത്യാസങ്ങളെ ചില മഷ്റൂംസുകളൊക്കെ തമ്മിൽ ഉണ്ടാവാറുണ്ട്. ഇതല്ലേ? ഓക്കെ, കാട്ടു കുരുമുളക് പഴുത്ത് വെക്കുന്നുണ്ട്. അവിടെ ഉണ്ട്. മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ പോലെ ഇതുപോലെ വലിയ വലിയ മരങ്ങളുടെയും അവശിഷ്ടങ്ങൾ കാട്ടിൽ പലയിടത്തും കാണാൻ പറ്റും. ഈ കാണുന്നത് ഒരാഴ്ച മുന്നേ വീണ മരമാണ് കേട്ടോ. മൃഗങ്ങൾ പൊതുവെ മഴക്കാലങ്ങളിൽ കേടായ വേരുകളൊക്കെ തിരിച്ചറിഞ്ഞ് മറിഞ്ഞു വീഴാൻ ചാൻസ് ഉള്ള മരങ്ങൾ മനസ്സിലാക്കി അതിന്റെ ചുറ്റുവട്ടത്ത് നിൽക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ആ കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറ്റുന്ന മരങ്ങളിലൊക്കെ പിടിച്ച് കയറാറുണ്ട് കേട്ടോ. പക്ഷെ ഇതൊന്നും കണ്ട് നിങ്ങളാരും പിടിച്ച് കയറരുതേ. മരങ്ങൾ വഴിയിൽ വീണെടുക്കുന്നത് കാരണം അധികം വെട്ടിത്തെളിക്കാത്തൊരു റൂട്ടിലൂടെയാണ് കേട്ടോ ഇപ്പൊ പോകുന്നത്. മഴയായതുകൊണ്ട് നല്ല അട്ടശല്യമുണ്ട്. ചെറിയ അട്ടകളൊന്നും അല്ല കേട്ടോ. ഈ അട്ടയുടെ തന്നെ സൈസ് ഒന്ന് നോക്കിക്കേ. ഇതൊക്കെ നോക്കിക്കേ, എന്ത് വലിയ മരമാണ്. നല്ല വണ്ണം. അങ്ങനെ കാട്ടിൽ നിന്ന് നമ്മൾ ഓപ്പൺ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മഴയായതുകൊണ്ട് പലയിടത്തും അത്യാവശ്യം സ്ലിപ്പറി ആയിരുന്നു. അപ്പൊ നമ്മുടെ ഒപ്പം നേച്ചർ വാക്ക് ട്രക്കിംഗ് പ്രോഗ്രാമിന് വരുന്നത് ചേട്ടൻ്റെ പേരെന്താണ്? കണ്ണൻ എന്നാണ്. അപ്പോൾ നമ്മുടെ നേച്ചർ വാക്ക് ട്രക്കിംഗ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ തിരിച്ചു പോവാണ്. ചങ്ങടത്തിലാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ മഴയുണ്ടായിരുന്നതുകൊണ്ട് സൈറ്റിങ്സ് കുറച്ച് കുറവായിരുന്നു. എന്നാലും ഈ മൺസൂൺ ട്രക്ക് നല്ല രസമുണ്ടായിരുന്നു. കാടിൻ്റെ ഉള്ളിൽ കൂടി പോകാനും എനിക്കിഷ്ടമായി ട്രക്കിങ്. ഇത് ഇനി മഴ മാറിയിട്ട് ഒന്നും കൂടി വരണം. അപ്പോൾ നേച്ചർ വാക്ക് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഹോം സ്റ്റേയിലേക്ക് വന്നിട്ടുണ്ടേ. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കുറച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ. നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. ദേ നോക്കിയേ, ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഗ്യാതറിങ്ങിനൊക്കെ പറ്റിയ സ്പേസ് ആണ് കേട്ടോ. നിങ്ങൾ വലിയ ഗ്രൂപ്പൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ ക്യാമ്പ് ഫയറും ലൈറ്റും പാട്ടൊക്കെ ഇട്ട് വൈബൊക്കെ വേറെ ലെവലാക്കാൻ പറ്റിയൊരു സ്പോട്ടാണിത്. ഇതിന്റെ സൈഡിൽ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു വാട്ടർഫോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവര്. ഇവിടെ നോക്കി നിറയെ ചാമ്പൊക്കെ ഉണ്ട്. കണ്ടോ? ഇവിടെ കിടന്നുണ്ട്. നമുക്ക് പറഞ്ഞാൽ പൊട്ടിച്ചു നോക്കാം. ഈ കോമ്പൗണ്ടിൽ തന്നെ കുറെ ഫ്രൂട്ട്സും നിറയെ ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. ഇവിടെ തന്നെ കുറെ ടെന്റ്സും അവൈലബിൾ ആണ്. കണ്ടിട്ട് ഇതൊരു 2% ടെന്റ് പോലെയുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ടെന്റിലും റൂമിലും ഒക്കെ ആയിട്ട് ഒരുപാട് പേരെ അറ്റ് എ ടൈം ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഇത്രയും കാര്യങ്ങളൊന്നും പോരാതെ ഒരു ഗുഹ വരെ പണിത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതൊരു കഫറ്റീരിയ പോലെ ആക്കാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്റ്റേ ഒക്കെ കഴിഞ്ഞു തേക്കടിയിലുള്ള. അപ്പോൾ നമ്മൾ നേച്ചർ വാക്കിംഗ് ട്രക്കിംഗ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ട്രക്കിംഗ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് നമ്മളിവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരായിരുന്നു നമ്മുടെ ട്രക്കിംഗ് ടീം. പേര് പറഞ്ഞോളൂ. വാട്ട്സ് യുവർ നെയിം? ആൻഡ് യുവർ? അപ്പോൾ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അതുവഴി ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോസ് എങ്ങനെ ഉണ്ടായിരുന്നുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം വഴിയോ മെസ്സേജ് ചെയ്ത് അറിയിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.